ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഇന്ന് ഫ്രീ ആണ്. പിന്നെ പുറത്ത് നല്ല കാലാവസ്ഥയാണ്. പറ്റുകയാണെങ്കിൽ ഇന്ന് സിറ്റി സെൻറ്ററിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അതിന് മുന്നേറ്റ് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് സിറ്റി സെൻറ്ററിലൊന്ന് പോകണം. പ്രൈമാർക്കിൽ പോകണം. ഇനി അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയായിരിക്കും, തണുപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റും. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് മിക്കവാറും ഇന്ന് സിറ്റി സെൻറ്ററിലേക്ക് ഇറങ്ങുന്നുണ്ടാവും. ഞാൻ എൻ്റെ മീനുകളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഇതാണ് നമ്മൾ അടുക്കളയിൽ സെറ്റ് ചെയ്തിട്ടുള്ള മീനുകൾ. 3 ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പുറത്ത് നല്ല വെയിലാണ്. തണുപ്പും കാര്യമായിട്ടില്ല. കോൺഫ്ലെക്സ് അങ്ങനെ കഴിക്കാൻ പോകുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ഒരു വീഡിയോൻ്റെ എഡിറ്റിംഗ് അവസാന ഘട്ടത്തിലായിട്ട് നിൽക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യണം. ഈ കാണുന്ന മാഷ്മെലോൻ്റെ ഒരു ചെറിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, വീഡിയോ ഇവിടെ വരും. പറ്റുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് അടിക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കുക്കിങ് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് പാലിപ്പിക്കുന്ന മാത്രം. അങ്ങനെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി എഡിറ്റ് ചെയ്യാറുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് വേണം നാളെ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങണം. പിന്നെ വൈകുന്നേരം പുറത്തേക്ക് പോകണം. പിന്നെ ജനുവരി ഇൻടേക്കിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് അക്കോമഡേഷൻ ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാം. അല്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ വീഡിയോ എടുക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം എടുക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒന്ന് പോകണം. ചായ കുടിച്ചിട്ട് പുറത്ത് പോകണം. അങ്ങനെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 മണിയായി. ഇപ്പോൾ സൺസെറ്റ് കുറച്ച് നേരം വൈകിട്ടാണ്. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. പ്രൈമാർക്കിലേക്കാണ് പോകുന്നത്. 6 മണിക്ക് പ്രൈമാർക്ക് ഇറക്കി. അതിന് മുന്നേ അവിടേക്ക് നടക്കേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് ഷെഫീൽഡ് ഇൻ്റർചേഞ്ച്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെ ബസ് പോകുന്നതും ബസ് അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷെഫീൽഡ് ഇൻ്റർചേഞ്ച് ഉള്ളത്. അത് കാരണം സ്റ്റുഡൻസിന് യാത്ര എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെഫീൽഡ് റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ തൊട്ടടുത്താണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ജിമ്മാണ് ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും നമ്മുടെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മുകളിലൊരു പാലുള്ളത്. എനിക്കൊക്കെ ഈ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൂടെയാണ് പോകാറുണ്ടായിരുന്നത്. അവിടെ നിന്ന് കാണാനുള്ളത്, അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ. മിക്കവാറും പ്രൈമാർക്ക് അടയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സമയം 5:45 വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്. അപ്പോൾ കുറച്ച് നേരം അവളെ വർത്താനം പറയാൻ വന്നപ്പോൾ സമയം പോയി. എന്തായാലും ഒന്ന് പോയി നോക്കാം. അടച്ചിട്ടില്ലെങ്കിൽ പ്രൈമാർക്കിൽ കയറുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ദിവസം വീണ്ടും വരാം.
സാധാരണയിൽ അപേക്ഷിച്ച് തിരക്ക് നല്ല കുറവാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും തണുപ്പ് നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പ്രൈമാർക്കിലൊരു സംഭവം വാങ്ങിക്കാൻ അത്രേ ഉള്ളൂ. നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ അവിടേക്കാണ് ഞാൻ നടന്നു പോകുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള നിങ്ങൾക്ക് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കാണാനായിട്ട് പറ്റും. ഞാനൊക്കെ ഇവിടെ നിന്നാണ് അയക്കാറുള്ളത്. ഒരുവിധം എല്ലാ കടകളും അടച്ചു തുടങ്ങി. അവിടെ ഒക്കെ ഒരുവിധം കടകളൊക്കെ അടച്ചു. പോസ്റ്റ് ഓഫീസ് കുറച്ചും കൂടി സമയം ഉണ്ടാവും തോന്നുന്നുണ്ട്. 9 മണി വരെയാണോ അത് 7 മണി വരെയാണോ അറിയില്ല പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം. അതേതായാലും ഒന്ന് നോക്കാം. ടൈം എഴുതി വെച്ചിട്ടില്ല പോസ്റ്റ് ഓഫീസിൻ്റെ. സമയം 5:45. അതിൻ്റെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആളുകളൊക്കെ കട അടച്ചു തുടങ്ങി. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി സെൻറ്ററിലെ ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട്. 1-2 ഷോപ്പ് മാത്രമേ ഇനി അടയ്ക്കാൻ ബാക്കിയുള്ളൂ. ഈ എടുക്കുന്ന ജാക്കറ്റിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിന് 50 പൗണ്ട് അങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് 20-25 പൗണ്ടൊക്കെ ഉള്ളൂ. ഈ കാണുന്ന ഇൻ്റർ മിയാമിയുടെ ഈ ജാക്കറ്റിനൊക്കെ വെറും 20 പൗണ്ടുള്ളൂ. പ്രൈമാർക്ക് ഇന്ന് 6:30 വരെ ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ ഞാൻ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അവിടെ സോക്സ് മേടിക്കാനാണ് പോയത്. സോക്സ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വോൾവോ V40 എടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പുറത്തുനിന്നൊരു XC40 പോയി. അവിടെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ തന്നെയാണ്. ഇത് വെസ്റ്റ് ഹിൽ ഹാളാണോ അതോ ഡിവോൺ ഷെയർ ആണോ എന്നറിയില്ല. ഇത് രണ്ടും എടുത്താണ് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. ഷെഫീഹാലം യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ വരാൻ പ്ലാനുള്ളവർക്ക് ഇത് സെർച്ച് ചെയ്തിട്ട് ഇവിടെ റൂം എടുത്താൽ നല്ലതായിരിക്കും. കാരണം ഇത് സിറ്റി സെൻറ്ററിനോട് ചേർന്നിട്ടാണ്, അതുപോലെ തന്നെ വെസ്റ്റ് സ്ട്രീറ്റിനോട് ചേർന്നിട്ടാണ്, യൂണിവേഴ്സിറ്റിനോട് അടുത്താണ്. എല്ലാം കൊണ്ടും ഈ അക്കോമഡേഷൻ 2-3 ഉണ്ട്. ഇവിടെ IQൻ്റെ ഒക്കെ ഉണ്ട്. ഇത് വെസ്റ്റ് ഹിൽ ഹാളാണ്. അപ്പോൾ ഇതിനപ്പുറത്തുള്ളതാണ് ഡിവോൺ ഷെയർ ഹോട്ടൽ. യുണൈറ്റഡ് സ്റ്റുഡൻസിൻ്റെ, നിങ്ങളെ ആംബർ സ്റ്റുഡൻ്റ് എന്നുള്ള വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂമൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അതായത് വെസ്റ്റ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്തുള്ള ഫുഡ് സ്ട്രീറ്റ്. ഈ കടയിലെ ഫിഷ് ആൻഡ് ചിപ്സ്
അടിപൊളിയാണ്. ആരെങ്കിലും ഇവിടെയൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഹോട്ടലിലൊക്കെ ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോൻ്റെയൊക്കെ ആൾക്കാർ ബൈക്കിൽ നിൽക്കണ പോലെയാണ് ഇവിടെ ഇവർ ഊബർ ഈറ്റ്സ് അതുപോലെ ഡെലിവറിൻ്റെ ഒക്കെ ആൾക്കാർ ഡെലിവറിക്ക് നിൽക്കുന്നത്. ഇവിടെ കാറിൽ ആളുകൾ ഡെലിവറി നടത്തുന്നുണ്ട്. ഇതൊക്കെ ഫുഡിൻ്റെ ഏരിയ ആണ്. പക്ഷേ 6 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അടച്ചു പോയി. ഇനി 1-2 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇപ്പോൾ സിറ്റി ഹാളിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. നമ്മളെ കൂട്ടുകാരനെ ലിഡിലേക്ക് ഒന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിഡിലൊന്ന് കയറിയിട്ടായിരിക്കും സിറ്റി ഹാളിലേക്ക് പോണത്. അപ്പോൾ ലിഡിലിൻ്റെ കുറച്ച് കാഴ്ചകളും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. സിറ്റി ഹാളിൻ്റെ അവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ എത്തുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സിറ്റി ഹാൾ. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് എടുക്കുന്നത് കാണാറുണ്ട്. 1 പൗണ്ടിക്ക് 2 പൗണ്ടിക്കൊക്കെ. ഇന്നിവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് ആൾക്കാരുണ്ടാവേണ്ടതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, നമ്മൾ ക്രിസ്മസിൻ്റെ അന്നൊക്കെ ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതെന്തിൻ്റെയാണ്? ഇത് മറ്റേതിൻ്റെ ആർമിയുടെ അങ്ങനെന്തോ അല്ലേ? ആർമിയുടെ എന്തോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ഷെഫീൽഡ് സിറ്റി ഹാൾ. ലൈറ്റ് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് TK Maxxiലേക്കാണ്. TK Maxx അടച്ചോന്നൊരു ചെറിയ സംശയമുണ്ട്. അടച്ചില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് ഒന്ന് നോക്കണം. എന്തെങ്കിലും റിഡക്ഷനൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കണം. നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അങ്ങനെ നടന്ന് ലീഡിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ലീഡിൽ എപ്പോഴും അടയ്ക്കുകയാണാവോ നോക്കട്ടെ. ലീഡിൽ ഇന്ന് എന്തായാലും 9 മണി വരെ ഉണ്ട്. എത്രയായിരുന്നു? 3:49. Now choose the item. ഇപ്പോൾ സമയം 7:05 ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതാ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റോർ കാണാൻ പറ്റും. ഇത് ഒരു ഇന്ത്യൻ സ്റ്റോറാണ്. നേരെ കാണുന്നത് ഇത് ഒരു ഇന്ത്യൻ സ്റ്റോറാണ്. നമുക്ക് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ്. ഈ ഇറക്കിറങ്ങിയിട്ട് ഒരു കയറ്റം കയറിയാലാണ് എൻ്റെ അക്കോമഡേഷനിലേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി കഴിക്കാൻ പോകുന്നത് പൊറോട്ടയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ട നമ്മൾ ഫ്രോസാണ് ചൂടാക്കിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതുകൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി മൊത്തമായിട്ട് കഴിഞ്ഞു. അപ്പുറത്തെ റൂമിൽ പാട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഓഡിയോ വേറെ ആയിട്ട് റെക്കോർഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ പൊറോട്ട. സ്ഥിരം ഹംസയാണ് മേടിക്കാറ്. അപ്പോൾ കുറച്ചായിട്ട് ഹംസ കിട്ടാറില്ല. ഇതാണ് മേടിച്ചത്. ഇത് ഏകദേശം ഒരു വില തന്നെയാണ്. 20 എണ്ണം അതിലുണ്ടാവും. ഇതാണ് ഇവിടുത്തെ പൊറോട്ട. ഞാൻ എടുത്ത് കാണിച്ചത്.
ഇവിടത്തേനല്ല, വേറെ നാട്ടിലും കണ്ടിട്ട് തന്നെ ആയിരിക്കും. ഫ്രോസൺ പൊറോട്ട കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഞാനിത് ആദ്യം മേടിച്ച സമയത്ത് എനിക്ക് ഇതറിയില്ല ഇതെങ്ങനെയാണ്. എനിക്കാണെങ്കിൽ കുക്കിംഗ് ഒന്നും തീരെ അറിയാണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ഞാൻ വെച്ച് ഇവരിത് പകുതി ഉണ്ടാക്കിയിട്ട് പാക്കറ്റിലാക്കി വിറ്റുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, എന്താണ് വരുന്നത് വെച്ച് വരുന്നിടത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കി. അപ്പോൾ കുറച്ചതിനപ്പോൾ ഇത് പൊറോട്ട പോലെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് നേരത്തെ അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും ഇത് ചൂടാക്കുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു പൊറോട്ട ടേസ്റ്റ് വരും. എന്നാലും നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാകും. അപ്പം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ പൊറോട്ട വെച്ച് കൊടുക്കുക. ഇതിനി ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് ഒരു പൊറോട്ട പോലെ. ഇപ്പോൾ ഇത് ഏകദേശം പൊറോട്ടയുടെ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതും ചിക്കൻ കറിയാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാനത് പെട്ടെന്ന് കഴിക്കട്ടെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ആകുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തണുക്കും. അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം അത് പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ കാണാം. അപ്പോൾ ഗൈസ്, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.